വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. പൊന്നുണ്ണി വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ. എല്ലാവിധ ഐശ്വര്യങ്ങളും തന്ന് ഭഗവാൻ എല്ലാവരെയും കാത്തിടട്ടെ. ഇപ്പോൾ മധ്യാഹ്നമാകുന്നു. മധ്യാഹ്നത്തിൽ ഭഗവാന്റെ സേവയിലൊരു പ്രത്യേകതയുണ്ട്. അതറിയാനായിട്ട് നേരെ നമ്മൾ തൃപ്രയാർ തേവരുടെ സന്നിധിയിലേക്ക് പോകുന്നു. ഉച്ചപൂജയ്ക്ക് ശിവേലി കഴിഞ്ഞ് ഭഗവാനെ തിരിച്ചാവാഹിച്ച് മൂലവിഗ്രഹത്തിലേക്ക് ആവാഹിച്ച് എല്ലാം കഴിഞ്ഞ് തിരുനട അടച്ച് കഴിയുമ്പോൾ അതിനുശേഷം എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലാണ് വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ സാന്നിധ്യ ക്ഷേത്രങ്ങളിൽ എല്ലാം പൂജകൾക്കും പുഷ്പാഞ്ജലികൾക്കും എല്ലാ കാര്യങ്ങൾക്കും തുടക്കമാവുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യമെന്ന് നമുക്കൊന്ന് നോക്കാം. വർഷങ്ങൾക്ക് മുമ്പ് ശ്രീരാമസ്വാമിയുടെ തിരുസന്നിധി കാക്കാനായിട്ട് തൃപ്രയാർ തേവരുടെ തിരുസന്നിധി കാക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ ഏൽപ്പിച്ച് പുറത്തേക്ക് പോകുന്ന അദ്ദേഹമാണ് തൃപ്രയാർ തേവർ. തൻ്റെ ജോലി കൃത്യമായി നിർവഹിക്കുന്ന ആളായിരുന്നു ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമി. അതുകൊണ്ട് തന്നെ തൻ്റെ സന്നിധിയിൽ വിഷ്ണുമായ ചാത്തൻ സ്വാമിക്ക് ഒരു ഭണ്ഡാരം കൊടുക്കാനായിട്ട് തേവർ തീരുമാനിച്ചു. അങ്ങനെയാണ് തൃപ്രയാർ ക്ഷേത്രത്തിൽ ഇടതുവശത്ത്, അതായത് ഭക്തരായ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളുടെ ഇടതുവശത്ത് ഉള്ള ഭണ്ഡാരം വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെയും വലത്തെ സൈഡിലുള്ള ഭണ്ഡാരം തേവർക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ നടയടച്ചതിന് ശേഷം മാത്രമാണ് പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമി എല്ലാ ഭക്തജനങ്ങളുടെയും സങ്കടങ്ങൾ ദൂരീകരിക്കാനും നൃത്തത്തിൽ വന്ന് എല്ലാവരുടെ പ്രശ്നങ്ങൾ പറയുവാനും ലോകത്തെല്ലായിടത്തും മായാശക്തിയായി, സത്യസ്വരൂപനായി, ലോകൈകനാഥനായി, ഐശ്വര്യപ്രദായകനായി, ആപൽബാന്ധവനായി, പൊന്നുണ്ണി വിഷ്ണുമായ ചാത്തൻ സ്വാമിയായി എല്ലായിടത്തും വാണരുളുന്നു. ഈ മധ്യാഹ്നത്തിൽ നമ്മളുടെ ഗ്രഹത്തിലും നമ്മളുടെ ക്ഷേത്രങ്ങളിലും എല്ലായിടത്തും നമ്മളിലും ഭഗവാൻ വന്ന് കുടികൊണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും തരട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. പൊന്നുണ്ണി വിഷ്ണുമായ ചാത്തൻ സ്വാമിയെ നമഃ.